പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന അധ്യായത്തിലെ ഒരു പ്രോബ്ലമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ്: ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 10 മീറ്റർ ആൻഡ് ദി ഏരിയ ഈസ് 1/4 മീറ്റർ സ്ക്വയർ. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിന്റെ പെരിമീറ്റർ 10 മീറ്റർ ആണ്, അതായത് ചുറ്റളവ് 10 മീറ്റർ ആണ്, അതിന്റെ ഏരിയ 1/4 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും, വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി എന്ത് ചെയ്യണം? ലെങ്ത് x എടുക്കുക, ബ്രെഡ്ത്ത് y എടുക്കുക. ലെറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു x മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു y മീറ്റർ. Then perimeter എന്ന് പറഞ്ഞാൽ 2 into length plus breadth അല്ലേ? 2 into length plus breadth എത്രയാണെന്ന് അറിയാം? Perimeter is given 10 meter. അതായത് 2 into length plus breadth 10. അപ്പൊ length plus breadth എത്രയായിരിക്കും? 2 മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള 2 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ divided by, അപ്പൊ 10/2. That is length plus breadth is equal to 5. Length എന്ന് പറഞ്ഞാൽ x ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് y ആണ്. അപ്പൊ x പ്ലസ് y ഈക്വൽ ടു 5 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. പിന്നെ തന്നിരിക്കുന്ന ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് ഏരിയ. ഏരിയ എന്ന് പറയുമ്പോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ x ഇൻറ്റു y. ഏരിയ ഈസ് ഗിവൺ, ഏരിയ ഈസ് ഈക്വൽ ടു 1/4. ഏരിയ എന്ന് പറയുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ x ഇൻറ്റു y ഈസ് ഈക്വൽ ടു 1/4. ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഇപ്പൊ എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ സം അറിയാം, പ്രോഡക്റ്റ് അറിയാം. വാട്ട് ആർ ദി നമ്പേഴ്സ് എന്നാണ്. സമ്മും പ്രോഡക്റ്റും അറിയാം. അപ്പൊ ഇവിടെ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസും കൂടി കിട്ടുകയാണെങ്കിൽ ഇഫ് x മൈനസ് y ഈസ് നോൺ, x മൈനസ് വൈയും കൂടി അറിയാമെങ്കിൽ, എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സും കണ്ടുപിടിക്കാം, വൈയും കണ്ടുപിടിക്കാം. സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്ത് ഹാഫ് എടുത്താൽ എക്സ് കിട്ടും. സമ്മിൽ നിന്ന് ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് ഹാഫ് എടുത്താൽ വൈ കിട്ടും. അപ്പൊ ഇവിടെ എക്സ് വൈ അറിയാം, എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ഒരു ഫോർമുല 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 4xy. അതായത് രണ്ട് നമ്പേഴ്സിന്റെ സമ്മിന്റെ സ്ക്വയറിൽ നിന്ന് 4 ടൈംസ് ഇറ്റ്സ് പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് ഡിഫറൻസിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എക്സ് മൈനസ് വൈ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇത് 8ാം ക്ലാസ്സിൽ പഠിച്ചാൽ അവിടെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4xy. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ 4 ടൈംസ് എന്ന് പറയുന്നത് അതിന്റെ സമ്മിന്റെ സ്ക്വയറിൽ നിന്ന് ഡിഫറൻസിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 4xy, എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 4xy. അങ്ങനെ രണ്ട് ഫോർമുല കിട്ടും. അപ്പൊ എക്സ് മൈനസ് വൈ അറിയാം, എക്സ് വൈ അറിയാമെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈയും എക്സ് വൈ അറിയാമെങ്കിൽ എക്സ് മൈനസ് വൈയും കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് മൈനസ് വൈ കാണാനുള്ള ഫോർമുല x minus y the whole square is equal to x plus y the whole square minus 4xy. അപ്പൊ ഇത് x plus y നമുക്കറിയാം. x plus y എത്രയാണ്? 5 ആണ്. അപ്പൊ 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു xy അറിയാം. xy എത്രയാ? 5 1/4. 4 ഇൻറ്റു 5 1/4. അപ്പോ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 4 into 5 1/4. ഒന്നിന് ഡയറക്റ്റ് എടുക്കാം. 5 4 ടൈംസ് 20, 1/4 4 ടൈംസ് 1. ഇപ്പൊ 21 ഡയറക്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി ചെയ്യാം. 5 4s are 20, 20 plus 1 21/4. 4 4 ക്യാൻസൽ ആയി. അപ്പൊ we got 25 minus 21 that is equal to 4. അപ്പോൾ നമുക്ക് കിട്ടി x minus y the whole square equal to 4. എക്സ് മൈനസ് വൈയുടെ വർഗം 4 ആണ്. അപ്പൊ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ഈസ് 4. സോ എക്സ് മൈനസ് വൈ വിൽ ബി 2. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കാം, കാരണം നെഗറ്റീവ് 2 എടുക്കണ്ട. കാരണം എന്താ? ഇത് ലെങ്ത് എക്സും വൈയും ലെങ്ത് ഓഫ് സൈഡ്സ് ആണ്. ലെങ്ത് ആണ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ബ്രെഡ്ത്ത് ആണ് വൈ ആയിട്ട്. അപ്പൊ എക്സ് മൈനസ് വൈ പോസിറ്റീവ്, അതിലൂടെ നെഗറ്റീവ് വരില്ല.
അപ്പൊ എക്സ് മൈനസ് വൈ 2, പിന്നെ നമുക്കറിയാവുന്ന എക്സ് പ്ലസ് വൈ 5, എക്സ് മൈനസ് വൈ 2ഉം എക്സ് പ്ലസ് വൈ 5ഉമാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എഴുതാം 5 + 2/2. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. സമ്മും ഡിഫറൻസ് പറയുകയാണെങ്കിൽ സമ്മിന്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്ത് ഹാഫ് എടുക്കുന്നത് അതിന്റെ ഫസ്റ്റ് നമ്പർ, അതായത് 7/2, ദാറ്റ് ഈസ് 3.5 മീറ്റർ. അതുപോലെ y ആണെങ്കിലോ സമ്മിൽ നിന്ന് ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് ഹാഫ് എടുക്കുക. അപ്പൊ 5 - 2/2, 5 സം മൈനസ് ഡിഫറൻസ് ബൈ 2, ദാറ്റ് ഈസ് എത്ര കിട്ടും 3/2, ദാറ്റ് ഈസ് 1.5 മീറ്റർ. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 3.5 മീറ്റർ, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ലെങ്ത് 3.5 മീറ്റർ, ബ്രെഡ്ത്ത് 1.5 മീറ്റർ. അതായിരുന്നു ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. പേജ് നമ്പർ 42 ഫസ്റ്റ് പ്രോബ്ലം ആണ് ടെക്സ്റ്റ് ബുക്കിലെ. A 10 meter long rope is to be cut into 2 pieces and squares are made using each. Difference in areas is 1/4 meter square. How should it be cut? ഒരു 10 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് എടുക്കുന്നു, അതിനെ 2 കഷ്ണമാക്കുന്നു, ഒരു കഷ്ണം വളച്ച് ഒരു സ്ക്വയർ ആക്കുന്നു, മറ്റൊരു കഷ്ണം വളച്ച് മറ്റൊരു സ്ക്വയർ ആക്കുന്നു. ഈ 2 സ്ക്വയേഴ്സിന്റെയും ഏരിയ തമ്മിലുള്ള ഡിഫറൻസ് 1/4 മീറ്റർ സ്ക്വയർ ആണ്. ഹൗ ഷുഡ് ഇറ്റ് ബി കട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കയറ് എത്ര മീറ്റർ നീളത്തിലൊക്കെ കട്ട് ചെയ്യണം, 2 പീസാക്കുന്നത് എവിടെ വെച്ച് കട്ട് ചെയ്യണം, ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു 10 മീറ്റർ ലോങ് റോപ്പ് ഇതാണെന്ന് വിചാരിക്കുക. 10 മീറ്റർ ലോങ് റോപ്പ്, ഇത് 10 മീറ്റർ ഉണ്ട്. ഇതിനെ 2 കഷ്ണമാക്കുന്നു, ഇവിടെ വെച്ചാൽ കട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ഈ കഷ്ണം വളച്ച് ഇതുപോലെ ഒരു സ്ക്വയർ ആക്കുന്നു, സ്ക്വയർ ഈസ് മെയ്ഡ്. അതിന് ഈ കഷ്ണം വളച്ച് മറ്റൊരു സ്ക്വയർ ആക്കുന്നു, ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും. കാരണം ഡിഫറൻസ് ഓഫ് ഏരിയ സെയിം അല്ലല്ലോ, 0 അല്ലല്ലോ. അപ്പോൾ 2 സ്ക്വയേഴ്സ് ഫോം ചെയ്തു. ഈ സ്ക്വയറിന്റെയും ഈ സ്ക്വയറിന്റെയും ഏരിയ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 1/4 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ 1 സൈഡ് ഞാൻ എക്സ് എന്ന് എടുക്കാം. Let one side of the larger square is x meter and smaller square is y meter. അത്രയും ചെയ്യാലോ. വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് മീറ്ററിനും ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് വൈ മീറ്ററിനും എടുക്കുക. ഇനി എന്ത് ചെയ്യണം, ഇത് എക്സ് മീറ്റർ ആണെങ്കിൽ ഇതിന്റെ 4 ടൈംസ് ആയിരിക്കും ഈ പെരിമീറ്റർ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് മാത്രമാണ് എക്സ്. 1 സൈഡ് എക്സ് ആണെങ്കിൽ 4 സൈഡിന്റെയും കൂടി ഈ നീളമാണ് length of the boundary, that is perimeter of the first square, that is 4x. അത് ഇത്രയും കയറ് വളച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കയറിന്റെ ലെങ്ത് ആണ്, ഈ ഫസ്റ്റ് പീസ് ഓഫ് റോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ്, അത് 4x ആണ്. അപ്പോൾ ഫസ്റ്റ് പീസിന്റെ ലെങ്ത് 4x. സെക്കൻഡ് പീസ് ഓഫ് റോപ്പിന്റെ ലെങ്തോ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആവണം. കാരണം ഈ സ്ക്വയർ ഉണ്ടായത് ഈ റോപ്പ് വളച്ചാണ്. അപ്പൊ ഈ റോപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദി സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് 1 സൈഡ് 4y ആയതുകൊണ്ട് ഇതിന്റെ ലെങ്ത് 4y വരണം. പറയാൻ മനസ്സിലായോ? ഫസ്റ്റ് പീസ് വളച്ചാണ് ഈ സ്ക്വയർ ഉണ്ടാക്കിയത്, അപ്പോൾ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് ഈ പീസിന്റെ ലെങ്ത്. സെക്കൻഡ് പീസ് വളച്ചാണ് ഈ സ്ക്വയർ ഉണ്ടാക്കിയത്, അപ്പോൾ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് ഈ പീസിന്റെ ലെങ്ത്. ഇനി ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 4x + 4y, അതാണ് ടോട്ടൽ ലെങ്ത് 10 മീറ്റർ. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, 4x + 4y 10. ഇതിൽ 4 വിലയിരുത്തുക, 4 × x + y എന്ന് പറയുന്നത് 10 ആയി. കാരണം 2 4 കോമൺ ആണ്. അപ്പൊ x + y എന്ന് പറയുന്നത് 10/4 കിട്ടും. 10/4 നമുക്ക് വെട്ടി കുറയ്ക്കാം, ദാറ്റ് ഈസ് 5/2. സോ x + y 5/2, x + y equal to 5/2. x + y എന്ന് പറയുന്നത് 5/2 മീറ്റർ ആണ്. ഇനി x + y അറിയാം. അടുത്ത കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിഫറൻസ് ഓഫ് ദി ഏരിയ എൻക്ലോസ്ഡ് ഈസ് 1/4. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് സ്ക്വയറിന്റെ 1 സൈഡ് x ആണെങ്കിൽ ഏരിയ x² ആയിരിക്കും.
അല്ലെ? സ്ക്വയർ ഓഫ് വൺ സൈഡ് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. സെക്കൻഡ് സ്ക്വയറിന്റെ വൺ സൈഡ് y ആണ്, ഈ ഏരിയ y സ്ക്വയർ ആയിരിക്കും. അപ്പൊ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതാണ് 1/4. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡിഫറൻസ് ഓഫ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ സം ഇൻറ്റു ഡിഫറൻസ് ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, അത് 1/4 എന്ന് പറഞ്ഞാൽ 5/4 എന്ന് കിട്ടും. കാരണം 1 4 4 4 1 5 5/4. ഇതിൽ എക്സ് പ്ലസ് വൈ അറിയാം. എക്സ് പ്ലസ് വൈ എത്രയാ? 5/2 ആണ്. അപ്പൊ 5/2 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5/4. 5/2 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5/4. ഉടനെ എഴുതാം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 5/4 മൾട്ടിപ്ലൈഡ് ബൈ 5/2. ഇനി നമുക്ക് അപ്പറേറ്റ് ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 5/2 ആവും. മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള 5/2 അപ്പുറം ചെല്ലുമ്പോൾ ഡിവൈഡഡ് ബൈ 5/2. That is 5/4 into 2/5. എന്താ? 5/2ന്റെ റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 5 വെട്ടിപ്പോയി. 2 2s are 4. അതായത് 1/2 മീറ്റർ. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 1/2. അപ്പൊ ഇവിടെ എക്സ് മൈനസ് വൈ അറിയാം. എക്സ് പ്ലസ് വൈ ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഏതായിരുന്നു? 5/2. എക്സ് പ്ലസ് വൈ 5/2. എക്സ് മൈനസ് വൈ 1/2. ഉടനെ എക്സ് എഴുതാലോ. എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി ആഡ് ചെയ്ത് ഹാഫ് എടുക്കണം. എക്സ് പ്ലസ് വൈ 5/2 ആണ്. 5/2 1/2 കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കാൻ കിട്ടുന്നതായിരിക്കും എക്സ്. 5/2 1/2 എത്രയാ? 6/2/2. 6/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/2. ദാറ്റ് ഈസ് 3/2 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്. 5 1 6 6/2 3/2 എന്ന് പറയുന്നതാണ് എക്സിന്റെ വില. വൈ ആണെങ്കിലോ? വൈ ആണെങ്കിൽ കണ്ടെങ്കിലാ 5/2 മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 2. എക്സ് പ്ലസ് വൈയിൽ നിന്ന് എക്സ് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്ത് ഹാഫ് എടുക്കണം. അത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിച്ച പോയിന്റ് ആണ്. അപ്പോൾ 5 - 1 എന്ന് പറഞ്ഞാൽ 4/2/2 എന്ന് കിട്ടും. അത് 2/2 ദാറ്റ് ഈസ് 1. 4/2 എന്ന് പറഞ്ഞാൽ 2, 2/2 1. അപ്പോൾ 1 ആണ് വൈ. എക്സ് എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പോൾ എക്സും വൈയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? We need to find out the length of the first piece and the length of the second piece. Length of the first piece എന്ന് പറഞ്ഞാൽ 4x ആണ്. അപ്പോൾ length of first piece is equal to 4x. That is 4 into 3/2. That is 12/2. That is 6 meter. അപ്പോൾ ആദ്യത്തെ കഷ്ണത്തിന്റെ ഈ നീളം 6 മീറ്റർ ആണ്. കാരണം എക്സ് മാത്രമാണ് 3/2. 4x ആണ് ഈ ലെങ്തിന്റെ ലെങ്ത്. അപ്പൊ 6 മീറ്ററിൽ ആദ്യത്തെ നീളം കട്ട് ചെയ്യണം. ബാക്കിയുള്ളതാണ് അടുത്ത നീളം. സെക്കൻഡ് പീസോ? സെക്കൻഡ് പീസ് എന്ന് പറയുന്നത് 4y ആണ്. 4y എന്ന് പറഞ്ഞാൽ 4 into 1 ദാറ്റ് ഈസ് 4 മീറ്റർ. അപ്പോൾ the rope is to be cut in such a way that the length of the pieces are 6 meter and 4 meter. പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെ എളുപ്പം അടിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പഴയ ഫോർമുലകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.